പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ച് ജമ്മു കാശ്മീർ സർക്കാർ. കാശ്മീർ താഴ്വരയിൽ സുരക്ഷാ നടപടികളുടെ ഭാഗമായി 48 സ്ഥലങ്ങൾ വിനോദസഞ്ചാരികൾക്കായി അടച്ചതായി അധികൃതർ അറിയിച്ചു. ബൈസരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 28 പേരാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് അധികൃതർ താഴ്വരയിലെ ആകെ 87 സ്ഥലങ്ങളിൽ 48 എണ്ണം ഇപ്പോൾ അടച്ചുപൂട്ടിയത്. അക്രമത്തിന് ശേഷം കാശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഇടിവാണുണ്ടായിട്ടുള്ളത്. നേരത്തെ കാശ്മീരിലേക്ക് പാക്കേജ് ബുക്ക് ചെയ്ത ഭൂരിഭാഗം പേരും ക്യാൻസൽ ചെയ്യുകയോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പാക്കേജ് മാറ്റിയിടിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീനഗർ എയർപോർട്ടിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. സാഹസിക സഞ്ചാരികളടക്കം ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും നിരവധി ആളുകളാണ് സീസണിൽ കാശ്മീരിലെത്തുന്നത്. മെയ് മുതൽ തുടങ്ങുന്ന കാശ്മീർ ട്രക്കിംഗ് സീസണും കാശ്മീർ ടൂറിസത്തിന് നിരാശ നൽകിയേക്കും. മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടുത്തെ ട്രക്കിംഗ് സീസൺ. താൽക്കാലികമായി അടച്ചുപൂട്ടിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതെന്ന് നോക്കാം. ഇതുകൂടാതെ മേഖലയിലെ എല്ലാ ട്രക്കിംഗ് പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ജമ്മു കാശ്മീർ വനം വകുപ്പ് എല്ലാ ട്രക്കിംഗ് റൂട്ടുകളും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണിത്. മെയ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന കാശ്മീരിലെ ട്രക്കിംഗ് സീസണിനെ ഇത് പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല പ്രാദേശിക സാമ്പത്തികത്തെയും ഇത് ബാധിക്കും. താമസ സൗകര്യങ്ങൾ, ഗതാഗത ദാതാക്കൾ, ട്രക്കിംഗ് ഗൈഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ തീരുമാനം ബുദ്ധിമുട്ടിലാക്കും.